അങ്ങനെയെങ്കിൽ തെങ്ങിൽ നിന്നും രമേശ് താഴേക്കിറങ്ങുകയാണ്. യാ മോനെ എമ്മാരി കടിയൊക്കെ അടിച്ചിരുന്നല്ലേ. ഹായ് ചങ്ങന്മാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കട്ടൻ ചായ ഉണ്ട്. ആര്യാണ് ഉറങ്ങണത്, ആര്യ എണീറ്റില്ല. ഇന്ന് ഞായറാഴ്ചയാണ്. നമ്മളിതിന് മുമ്പ് ഒരു ദിവസം കുറ്റിയടിക്കാൻ വേണ്ടിയിട്ട് പോയില്ല സ്ഥലത്ത്, ഏട്ടൻ്റെ വീട് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ സ്ഥലമൊക്കെ നന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലത്തെ പരിപാടി തന്നെ കുറ്റിയടിക്കുന്നിടത്തേക്ക് പോവാം, അതിലൊന്ന് പങ്കുചേരുക. അതിനുശേഷം ഓടാൻ പറ്റുകയാണെങ്കിൽ ഓടണം. പിന്നെ ഇവിടെ കുറച്ച് പണിയുണ്ട്, തെങ്ങിൻ്റെ കാര്യം ഒക്കെ ഉണ്ട്. നമ്മൾ ഇതിൻ്റെ മുമ്പ് ഒരു ദിവസം കുറ്റിയടിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ വീട്ടിലെല്ലാവരും, അതുപോലെ തന്നെ ഏട്ടൻ്റെ വീട്ടുകാരും എല്ലാവരും ഞങ്ങൾ ഒരു വട്ടം പോയതാണ്. ഇതാണ് നമ്മുടെ സ്ഥലമൊക്കെ JCB ഒക്കെ വന്ന് ഉഷാറായിട്ട് നല്ല രീതിയിൽ നിരത്തിയിട്ടുണ്ട് നമ്മുടെ കുറ്റിയടിക്കാരൻ. ഇവിടെ ഒരു തോട് കാര്യമൊക്കെ ഉണ്ട്, തോട്ടിൽ വെള്ളം കൂടി ഉണ്ട് നോക്കുക. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോഴാണ് തോടുള്ള കാര്യം നമുക്ക് മനസ്സിലായത്. തോട് പറയുമ്പോഴേക്ക് ചെറിയ ചാലാട്ടോ, പക്ഷെ ഇതിനകത്ത് വെള്ളമൊന്നുമില്ല. ഇവിടെ വലിയൊരു പനയൊക്കെ ഉണ്ടായിരുന്നു, പന കംപ്ലീറ്റ് ഒഴിവാക്കില്ല. നല്ല പാടമാണ്. പാടം ഞങ്ങളവിടെ ഇങ്ങനെ കഴുകും തോപ്പാണെങ്കിലും പാടം തന്നെയാണ് പറയുന്നത് കേട്ടോ. കാലൊക്കെ മൊത്തത്തിൽ ചെളിയായി. രാവിലെ മാറ്റൊക്കെ കഴുകിയതായിരുന്നു. മാറ്റിൻ്റെ കോലൊക്കെ കണ്ട ഒക്കെ ചെളിയായി. അത് നോക്കണ്ട, കാലൊക്കെ ഒന്ന് കഴുകിയിട്ട് അകത്തേക്ക് കയറാൻ വേണ്ടി പറ്റുള്ളൂ. വീട് എത്തിക്കണ്ട. ഗ്രീൻ പീസ് ഇന്നലെ ഞാൻ വാങ്ങിയതാ, ഞാൻ മറന്നായിരുന്നു. ഫോണൊക്കെ പൈസ കയറ്റാ, ഫോണൊക്കെ പൈസ കയറ്റി. കട്ടൻ ചായ ഉണ്ട്, അപ്പം ഉണ്ട്, ഗ്രീൻ പീസ് ഉണ്ട്. അപ്പോൾ ഇതും കൂട്ടി കഴിക്കണം. നമ്മളുടെ തെങ്ങ് നോക്കാൻ വേണ്ടിയിട്ട് തെങ്ങ് കയറ്റക്കാരൻ വരുന്നുണ്ട്. തെങ്ങ് മഴ പെയ്തോണ്ടേ പൂപ്പലുണ്ട്, പായലുണ്ട്. ആരാര്യ അതെയാ? എന്താ എനിക്ക് വേണ്ടത്? AC. എന്തിന്? തണുക്കാന്. അപ്പൊ മഴ പെയ്യണില്ലേ? ഇടക്കൊക്കെ മഴ പെയ്യുമ്പോ തണുക്കണില്ലേ? ഇല്ല. എന്നാലും എനിക്ക് ചൂടുമ്പോകെ ഞങ്ങൾ ചായകടിയിലാണ്. അപ്പോൾ പറയാം, അച്ഛാ ഇങ്ങക്കൊരു AC വാങ്ങിക്കൂടെ, എനിക്കെപ്പോഴും ചൂടുമ്പോകയാണ്. നോക്കാം, പരിഗണിക്കണ്ടേ കേട്ടോ? പരിഗണിക്കണ്ടേ? വാങ്ങാം നമുക്ക്. ഈ മഴക്കാലം കഴിയട്ടെ. വേറെ അപ്പം തിന്നാതെ ഈ ഗ്രീൻ പീസൊക്കെ കൂട്ടി എൻ്റെ കിഴങ്ങൊക്കെ ഉണ്ടായില്ലേ. എന്താ അതിൻ്റെ വീട്ടില് കവറില് ഇങ്ങനത്തെ 2 പെട്ടിയാണ് നമ്മുടെ ഇവിടെ മെയിനായിട്ട്. നമ്മുടെ ചാർജറാണ്, അതായത് HDC. അങ്ങനെ ഈ ഇതിലുള്ള സാധനങ്ങൾ ഫുള്ളായിട്ട് ഒന്നില്ലെങ്കിൽ നമ്മുടെ യാത്രയിൽ വണ്ടിയിൽ വെച്ചിരുന്നു, ഇല്ല എങ്കിൽ നമ്മളുടെ എന്താ പറയുക ക്യാമറ ആക്സസറീസ്, ഗോപ്രോൻ്റെ. ഈ പെട്ടിക്കൊക്കെ പേരും അത് നമ്മുടെ ഓട്ടോറിക്ഷൻ്റെ പഴയ സോക്ക് അബ്സറാണ്. ഇതാണ് കമ്പനി തരുന്ന സോക്ക് അബ്സർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കോമ്പാക്റ്റില്ല, ഞാനിപ്പോൾ കൊണ്ടാക്കുന്ന ടാക്സിൻ്റെ. പക്ഷേ ഇതിനകത്ത് മാറ്റിയതാണ്. ഇത് പെട്ടെന്ന് പോകണോണ്ട് മാറ്റിയതാണ്. എന്നിട്ട് നമ്മൾ ചെയ്യണത് ഇട്ടു. ടീഷർട്ടൊക്കെ ഇവരൊക്കെ അല്ലേ അല്ലേ. അവള് പ്രഗ്നൻ്റ് ആയിട്ട് ഞങ്ങൾ ഈ കട്ടിൻ്റെ ചൂടും അല്ലാതെ അടിച്ചിട്ടില്ല. അതിൻ്റെ ചുവട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. പിന്നെ കട്ടിൽ നമ്മളിപ്പോൾ വാങ്ങിയിട്ട് നമ്മുടെ കല്യാണത്തിനൊന്നും വാങ്ങിയല്ലേ. എത്രയായി? എത്ര ആയുള്ളൂ? അത്ര 5.5 കൊല്ലം. തെങ്ങ് കയറ്റക്കാരൻ വന്നിട്ടുണ്ട്. ഓ, വിത്ത് ടൂൾസ്. ഇതാണ് എൻ്റെ കത്തി. പ്രൊഫഷണലായിട്ടാണ്. ഓക്കെ,
ആ ടാങ്ക് ഒഴിവാക്കിയാൽ മതി. അതിൻ്റെ കൂട്ടത്തിൽ അതൊക്കെ മാറ്റണം, തട്ടൊക്കെ ഇതൊക്കെ പൊട്ടും. ഈ ഷീറ്റ് കീറിയതാണ്, പക്ഷെ എന്നാലും ഇത് ഒന്ന് കഴിച്ചിട്ടിക്കണം, മുറിച്ചിട്ടൊക്കെയാണ്. ഞാൻ ഇന്ന് തന്നെ പുതിയ ഷീറ്റ് വാങ്ങിയിട്ട് കെട്ടാനുള്ള പരിപാടി നോക്കാം. ഞാൻ ടെറസിൻ്റെ മേലെ കയറിയേക്കണം. എന്നാൽ പിന്നെ ഇവിടെ നിന്ന് അങ്ങനെ ശരിക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവനെന്നെ അറിയാം. ടെറസിൻ്റെ മേലെ പിന്നെ ഒന്നുമില്ല, അവിടെ മാത്രം ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ മഴ പെയ്യുമ്പോഴേക്ക് വെള്ളം പോവില്ല. കംപ്ലീറ്റ് മുട്ട അടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഞാൻ. അങ്ങനെ ഇട്ട് കയറാൻ വെച്ചണം. തെങ്ങുമ്മ കയറിയതിൻ്റെ അതൊരു കലയാണ്. ഓ ആദ്യത്തെ കൊലയാടി. ഞാൻ വണ്ടിനെ അവിടെ നിർത്താണ്ട് ഇവിടെ കിട്ടുകയാണ്. ഇളനീരുണ്ടെങ്കിൽ ഇട്ടോ കേട്ടോ, കൊലക്കിടുക. ഉറുമ്പോ? എന്താ പുളി ഉറുമ്പോ? ആ കറുത്ത ഉറുമ്പാ? ആ ആ എടാ അതിന് സ്പ്രേ ഉണ്ട്, വേണോ? കടിയിട്ട് കൈ ടാങ്ക് മിസ്സായി, ജസ്റ്റ് മിസ്. അല്ലെങ്കിൽ ടാങ്ക് മുക്കി അടിയുന്നൊരു പോലെ. അതിലങ്ങനെ വെള്ളം എടുത്തിട്ടാ മതി. ആഹാ വെരി ഗുഡ്. എന്താല്ലേ ഇന്നെക്കൊണ്ട് പോയിക്കൂലട്ടി പനി. ഇത്രയും ഹൈറ്റിൽ കയറിയിട്ട് അവിടെ ഇരുന്നു കൊണ്ട് ആ ഒരു പട്ടയൊക്കെ വെട്ടിയിടലും, പിന്നെ അതിൻ്റെ മേലെ ഉറുമ്പുണ്ടെന്നാണ് അവൻ പറഞ്ഞത്. അവൻ ഉറുമ്പ് കടിച്ചു എന്നൊക്കെയാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞത്. അതൊക്കെ നമ്മളെ കൊണ്ട് കയ്യിലോ ഉറുമ്പ് കടി കൊള്ളാനല്ല, അവർക്കങ്ങനെ എത്തിപ്പെടാൻ തന്നെ കഴിയില്ല എന്നുള്ളതാണ്. ഓക്കെ അജു താറ്റാ. ഉണ്ട് അരിക്കുണ്ട്, പക്ഷേ എങ്കിൽ എങ്ങനെ കിട്ടുക കൊണ്ടുപോകാനാ? ചിന്നുവിൻ്റെ അമ്മ, അച്ഛൻ, അളിയൻ്റെ പെണ്ണുങ്ങൾ ഒക്കെ വന്നായിരുന്നു. അപ്പോൾ ഒരു പോവാണ്. അവരെ കാണിക്കാൻ ഞാൻ താഴത്തേക്ക് ഇറങ്ങിയതുമില്ല. ഒന്നില്ലാറ് ചെക്കൻ മേലൊക്കെ അപ്പോൾ അമ്മസാക്കിയാണോ നാളെ വിളിച്ചു വെക്കണം. അത് നോക്കി, ആ ചെറുത് നോക്കി, ആ രണ്ടു, ആ ചെറുത് പറ്റൂല. അങ്ങനെയെങ്കിൽ നമ്മുടെ തെങ്ങിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഏതാണ്ട് ചെക്കൻ മേലെ ഇരിക്കുന്നുണ്ട്, മുട്ടടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഞാൻ ഒരു 2-3 പട്ടയും കൂടി വെട്ടിക്കഴിഞ്ഞാൽ തീരുമാനമാവും. പട്ട വരും. വരണ. ഓ മൈ ഗോഡ്. അങ്ങനെയെങ്കിൽ ഏതാണ്ടൊക്കെ ഇപ്പം തെങ്ങ് കാലിയായിട്ടാ. മുട്ടടിച്ചു ട്ടോ. അങ്ങനെയെങ്കിൽ തെങ്ങിൽ നിന്നും രമേശ് താഴേക്കിറങ്ങുകയാണ്. ആ ദൗത്യം പൂർണ്ണമായി. ആ കൈയൊക്കെ കാണാൻ രസമുണ്ടല്ലേ. ഇനി ഇതൊക്കെ ഒന്നില്ലെങ്കിൽ വീടിൻ്റെ മേലേക്ക്, അല്ലെങ്കിൽ എന്തായാലും ഇപ്പോൾ ഇവിടുന്ന് മാറ്റണം. അത് ഓരോ വീട്ടിൽ വഴിയാണ്, വഴിയിലാണ് ചാടി കിടക്കുന്നത്. യാ മോനെ എമ്മാരി കടിയൊക്കെ അടിച്ചിരുന്നല്ലേ. ടാസ്ക് ആയില്ലേ. അതിൻ്റെ മേലെ നിന്നിട്ട് ഉറുമ്പുകൾ കടിച്ചതാണത്. അവന് ഇവിടെ നിന്ന് അവിടെ നിന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത്ര കരുതിയില്ല, പക്ഷേ നന്നായിട്ട് പൊള്ളച്ചിട്ടുണ്ട്. തേങ്ങിനി ഓ മട്ട ഉള്ളു കുടിച്ചോ. നമുക്ക് വെക്കെങ്കിൽ കുറേ ഉണ്ടാവും. നാളേലുണ്ടാവും. അല്ല ഇജ്ജ് വെള്ളം കഴിഞ്ഞേ കഴിഞ്ഞല്ലേ. കുടിച്ചോ. ആരെ പോണമ്മ കളിച്ചെത്തിരിക്കല്ലേ. ഇവിടെ എന്തൊക്കെ സംഭവിച്ചെഴുതിട്ടാ. ഞാൻ വലുതൊന്ന് കുടിച്ചാണ്, എന്താ വെച്ചാൽ ചെറുതാണ്.
സംഭവം ഇതിലാണ് നല്ല വെള്ളമുള്ളത്, ഈ ചെറുതില്. ഇവിടെ രണ്ടാൾക്കാരുടെ കുറുക്കൻ ആമട്ടിയ മതി. അപ്പൊ ചെക്കന്മാര് പട്ട എടുത്തു തരും. ആര്യയുണ്ട്. നമ്മളുടെ പരിപാടി ഇതിൻ്റെ മേലേക്ക് നമുക്ക് ഈ പട്ടൻ ഇവിടെ എവിടെയും വെക്കാനുള്ള സ്ഥലം ഒന്നുമില്ല. രണ്ടാമത്തേത് നമുക്ക് ചൂടിന് ഒരാശ്വാസം കിട്ടും. ഇപ്പോൾ 2 ദിവസമായിട്ട് മഴ ഉണ്ടാകുന്നിട്ട് കാര്യമില്ല. നമുക്കിതിൻ്റെ മേലെ ഇട്ട് കഴിഞ്ഞാൽ ചൂടിന് ആശ്വാസം ഉണ്ടാവും. ഓക്കെ, ഓരോ പട്ടനെ കയറ്റി ഇങ്ങനെ ഇട്ടാൽ മതി. അവിടെ കിടന്നോട്ടെ. മഴ പെയ്യുമ്പോഴേക്ക് ഉണങ്ങി കിട്ടും ചെയ്യും, മഴക്കാലത്ത് ഉപയോഗിക്കുകയും ചെയ്യാം. ഇതൊക്കെ ഉണ്ടാക്കുന്ന നല്ല നയിപ്പുണ്ട് കേട്ടോ. ഇവർക്ക് ഇളനീര് മാത്രം കൊടുത്താൽ പോരാ, അവിൽ മിൽക്ക് വാങ്ങേണ്ടി വരും. ഓക്കേടാ. അതായത് പട്ട ഞാൻ ഫുള്ളായിട്ട് പച്ചപ്പട്ട ഫുള്ള് ഇതിന് മേലേക്ക് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ഇനി ഒരു ചെറിയൊരു തണൽ കിട്ടുമല്ലോ, അങ്ങനെ ടർസാൻ ഒറ്റയടിക്ക് ചൂടാവില്ല. ഇവന് ഇനി ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. ഈ പണി തീർന്നു. തെങ്ങ് മുട്ട അടിച്ചു. ഇനി അവിടെയുള്ള കുറച്ച് വേസ്റ്റ് ഉണ്ട്, അതൊന്ന് അരുക്കാക്കി ഇടണം. വണ്ടികൾ വരാനുള്ളതാണ്. ചെങ്ങന്മാരെ ആകെ ചൂടുമ്പോൾ ആകെ വിയർത്തിട്ടുണ്ട്. ഞാനിവർക്ക് ഇളനീർ ജ്യൂസ്, ഇളനീർ ഷേക്ക്, ജ്യൂസിൻ്റെ അപ്പുറത്തേക്ക് പോയി ഷേക്കായി മാറിയാണ്. പിന്നെ ഒന്നില്ലാരെ പാകത്തെ ഇളനീര് ആ കയമ്പ് കിട്ടിയിട്ടില്ല. നമ്മൾ ടെസ്റ്റ് ചെയ്യണം. ഞാൻ തന്നെയാണ് ചെയ്താണ്, എന്നാലും സക്സസ് ആയതുകൊണ്ട് കാണിക്കണല്ലേ. അടിപൊളി. ഇത് തന്നെ കുടിച്ചാൽ മതി. ഇപ്പോൾ വേറെ വേറെ ക്ലാസ് എടുക്കൊന്നും വേണ്ട. കുറേ ക്ലാസ് എടുത്താൽ മേമ ചെയ്ത് അറിയും. അഭിപ്രായം പറയാം, എങ്ങനെ ഉണ്ടോ? നാല് വലിച്ചു കുടിച്ചല്ലേ, രസമുണ്ടോ? അടിപൊളി അല്ലേ? എങ്ങനെയുണ്ട്? സൂപ്പറാ? രസമുണ്ടോ? സത്യമായിട്ട് ഓളടങ്ങിക്കാത്തതുകൊണ്ട് ഓളൊന്ന് ചെറുതായിട്ട് ചെയ്തായിരുന്നു. ആവുമ്പോൾ നോക്ക് പുയിന്ത് കയറി. ഇനിയിപ്പോൾ കാണുന്ന സാധനമൊക്കെ ബജ്ജാക്കണം. എപ്പോഴാണ് ഞാൻ പോകുക? ഇപ്പം തന്നെ സമയം 1 മണിയാകാനായി, 12:45. പണി ഒന്നും ആയിട്ടില്ല. ആര്യതാ ചോറിനോണു. അപ്പോൾ ചോറിനായിരുന്നു. ഇപ്പോൾ സമയം 2 മണിയായിട്ടുണ്ട്. ചോറ്റിലേക്ക് ചീരക്കറി ഉണ്ട്, അതുപോലെ തന്നെ നല്ല ഉണക്കമീൻ തളമീൻ ഉണ്ടല്ലോ, ഡ്രൈ ഫിഷ്, അത് വെള്ളം വറ്റിച്ച് വെച്ചിട്ടുണ്ട്. ആര്യൻ്റെ ഏതോ ഒരു വിട്ട കാർട്ടൂൺ വെച്ചിട്ടുണ്ട്. അത് മാറ്റാൻ വേണ്ടി പോവാണ്. കാരണം ചോറ് കൊടുത്തിട്ട് കുറേ നേരമായി. അപ്പോൾ അങ്ങനെ ഞാനിനി ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ എന്തായാലും അങ്ങാടി പോവാണ്, ഓടാൻ വേണ്ടിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ പോകും. അതായത് മൊത്തത്തിലുള്ളൊരവസ്ഥ ഇപ്പോൾ ഇതാണ്. എങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു ഏരിയയിൽ നമ്മൾ ഷീറ്റ് കെട്ടണം. ഷീറ്റ് കെട്ടുമ്പോഴേക്ക് ഇപ്പോൾ അവിടെ കെട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ഥലങ്ങളുണ്ട് ഈ സൈഡിൽ. അവിടെ നിന്ന് പിന്നെ ഇവിടെ ഇങ്ങനെയായിട്ടൊരു കാല് കുഴിച്ചിടണം, ഒരു പൈപ്പ് എന്തെങ്കിലും കുഴിച്ചിടണം. അങ്ങനെ പിന്നെ ഇവിടെ ഈ ഒരു മരം ഉണ്ടായത് നമുക്ക് അവമ്മയ്ക്ക് കെട്ടാം. പിന്നെ ഇവിടെ ഈ ഒരു തെങ്ങുള്ളത് അവമ്മയ്ക്ക് കെട്ടാം. പക്ഷേങ്കിൽ ഈ ഒരു മൂലയിലേക്ക് ഷീറ്റിൻ്റെ എൻഡ് വരും. അപ്പോൾ ഇവിടെ ഞാൻ ഒരു കമ്പ് കുഴിച്ചിട്ടതായിരുന്നു. പക്ഷേ ഇനി അത് പറ്റില്ല. ഇനി എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ചെയ്യണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഐഡിയാപൂർവ്വം ചെയ്യണം. എന്തൊക്കെ ചെയ്താലും 1 വർഷം നിൽക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ്. അല്ലെങ്കിൽ പിന്നെ എന്താ വെച്ചാൽ നമ്മൾ മൊത്തമായിട്ട് ഈ പറഞ്ഞ നമ്മുടെ അടുക്കളയ്ക്ക് ഷീറ്റ് ഇടണം. അപ്പോൾ പിന്നെ അവിടെ കിടന്നോളൂ. ഇതിപ്പോൾ എന്താ വെച്ചാൽ അരി ഉണക്കാൻ വേണ്ടിയിട്ടതാണ്. അരി ഉണക്കലല്ല, ഇവരുടെ തീറ്റയാണ് കാര്യമായിട്ട് നടക്കണം. ഞാൻ വെള്ളക്കുപ്പിയൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ ഓടാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ്. ഇനിയിപ്പോൾ ഏതായാലും ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. വണ്ടിയിലാക്കണം. മണ്ണ് മാറ്റിൻ്റെ കളറുണ്ടാ. ഇപ്പം സമയം എന്ന് പറയുന്നത് കറക്റ്റ് 3 മണിയാണ്. അപ്പോൾ ഈ ഒരു നേരത്തെ നമ്മൾ ഇറങ്ങിയാൽ ഇപ്പോൾ ഓട്ടം കിട്ടുമോ എന്നുള്ളതൊക്കെ കണ്ടറിയണം. ഓട്ടം മാത്രമല്ല, ഞാൻ ഇറങ്ങുന്നതിൻ്റെ വേറൊരു ഉദ്ദേശം കൂടി എന്താ വെച്ചാൽ, ശരിക്കും എനിക്ക് വേണമെങ്കിൽ ഇന്നത്തെ ദിവസം നമ്മൾ ലീവാണല്ലോ ഈ നേരം വരെ, ഇന്നത്തെ ദിവസം മുഴുവനാക്കിക്കൊണ്ട് തന്നെ എനിക്കത് കെട്ടാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേങ്കിൽ ഇന്ന് നമുക്ക് സാധനങ്ങൾ കിട്ടില്ല. ഇന്ന് ഞായറാഴ്ചയാണ്, അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. അപ്പൊ അതുകൊണ്ട് അഥവേ സാധനം എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ, നമുക്കൊരു ചെറിയൊരു കെട്ട് കമ്പി വേണം. കെട്ടാൻ പറ്റുന്ന കമ്പി, ഇങ്ങനെ നീളത്തിൽ വലിച്ച് കെട്ടാൻ വേണ്ടി പറ്റുന്ന കെട്ട് കമ്പി, കുറച്ച് വണ്ണത്തിലുള്ളത് വേണം. പിന്നെ നമുക്ക് വേണ്ടത് എന്താ, കമ്പിയാണ്. കമ്പി ഇല്ലെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കമ്പിക്കടന്ന് തുറന്നിട്ടില്ല, ഈ കെട്ട് കമ്പി ഇല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ കെയർ ആക്കണം തന്നെ ഉള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് ഷീറ്റാണ്. ഷീറ്റ് നിർബന്ധമായിട്ടും കിട്ടണം. അവിടെ നമ്മുടെ ആ ഒരു ഗ്യാപ്പ് ഫുള്ളായിട്ട് മൂടണമെങ്കിൽ 12:9 ഒരു ഷീറ്റ്, 12 അടി നീളം 9 അടി വീതിയുള്ള ഒരു ഷീറ്റ്, 12:9. അതുപോലെ തന്നെ 12:12 ഒരു ഷീറ്റും കിട്ടണം.
അങ്ങനെ 2 ഷീറ്റാണ് നമുക്ക് അവിടേക്ക് വേണ്ടത്. അപ്പൊ ഇത് 2 ഷീറ്റും വേണം, അതിലേക്ക് വേണ്ട കെയർ വേണം, പിന്നെ ഈ പറഞ്ഞ പോലെ കെട്ടുകമ്പി എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് വേണം, ഇത്തരം സാധനങ്ങൾ വേണം. കമ്പി നമുക്കൊരു പൈപ്പ്, ഒരു ലെങ്ത് പൈപ്പ് വാങ്ങാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ല അതാണ്. ഞാൻ നോക്കട്ടെ, ചിലപ്പോൾ ആക്രിയിലൊക്കെ ഉണ്ടാവും. നമുക്ക് സ്ക്രാപ്പിൽ പോയി നോക്കിയാൽ തന്നെ അത്യാവശ്യം നല്ലതൊക്കെ അവിടെ ഉണ്ടാവും. ഇന്ന് ഷീറ്റ് കിട്ടുകയാണെങ്കിലും നമുക്ക് എങ്ങനെയൊക്കെ പണിയെടുക്കാറുന്നു എന്നുള്ള മൈൻഡൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങാടിയിലേക്ക് ഇറങ്ങി നോക്കുന്നത്. ഇതിപ്പോ ഈ ഞായറാഴ്ചക്ക് തന്നെ വരാൻ കാരണം നമ്മുടെ നാളികേരം തെങ്ങിന്റെ ക്ലീനിങ് പരിപാടിയൊക്കെ അവൻ ഒഴിവുള്ള ദിവസമല്ലേ പറ്റുള്ളൂ. അപ്പൊ അവന് ഇന്നായിരുന്നു ഒഴിവ്, ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ ഇന്ന് അവൻ ഒഴിവുണ്ട്. ഇന്ന് നമുക്ക് ആ ഷീറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി, ഇനിയിപ്പോ നാളെ നമുക്ക് പറ്റുകയാണെങ്കിൽ നാളെ കെട്ടാം, അല്ലെങ്കിൽ ഇന്ന് പറ്റുന്നാണെങ്കിൽ ഇന്ന് തന്നെ കെട്ടാം. നമ്മളുടെ ആദ്യത്തെ ട്രിപ്പ് കൈനീട്ടം കിട്ടിയിട്ടുണ്ട്. കൈനീട്ടം കിട്ടിയത് 3:40 ഏതാണ്ട് 60 രൂപയുടെ ഒരു ട്രിപ്പായിരുന്നു. 60 രൂപ എന്ന് പറയുമ്പോഴേക്ക് 2.98 3 കിലോമീറ്റർ. ഇതിനൊക്കെ 60 ഞങ്ങൾ മേടിക്കല്. 3 കിലോമീറ്റർ ആകുമ്പോഴേക്ക് 63 രൂപയാവും. എന്നാൽ പോലും നമ്മൾ 60 രൂപ തന്നെ മേടിക്കാറ്. എന്തൊക്കെയായാലും ഞാനിപ്പോൾ വന്നിട്ടുള്ളത് വാണിയമ്പലം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. നമ്മുടെ വാണിയമ്പലത്ത് നമുക്ക് ഷീറ്റ് കിട്ടുമെന്ന് നോക്കാം. വണ്ടൂര് ഷീറ്റിന്റെ കട തുറന്നിട്ടില്ല. വണ്ടൂർ ഒന്നൊന്നല്ല, ഒരുപാടുണ്ട്. അതിലെല്ലാം ഞാൻ പോയി നോക്കിയില്ല. 2 ഞാൻ കണ്ടു, 2 തുറന്നിട്ടില്ല. പിന്നെ ഉറപ്പാണ് ഏതുണ്ടാവില്ല എന്നുള്ളത്. ഇവിടെ ആണെങ്കിൽ ഇപ്പൊ ഗേറ്റ് അടവിന്റെ സമയമാണ്. ഞാൻ അങ്ങോട്ട് പോന്നപ്പോ തന്നെ ഗേറ്റ് അടവായിരുന്നു. നമുക്കിതിൽ അരു കുടിച്ച് പോയാൽ മതി. നമുക്കിവിടെ അരൂര് നമ്മളുടെ കട ഉള്ളത് ഇവിടെ തന്നെയാണ്, കുറച്ച് ദൂരമുള്ളൂ. അപ്പൊ ഇവിടെ ആയിരുന്നു നമ്മളുടെ കട. പക്ഷെ നമ്മുടെ കട അടച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാനിവിടെ തിരിക്കുവാണ്. ഞങ്ങളുടെ വണ്ടൂരിലെ ബാറ് അവിടെ നിന്ന് തിരിച്ചു പോന്നപ്പോ ഒരാള് കയറിയിട്ട് പറഞ്ഞു ബാറിലൊന്നും കൊണ്ടാക്കി തരും. പിന്നെന്താ, നമുക്കെന്താ കൊണ്ടാക്കണേന്? നമ്മൾ കൊണ്ടാക്കി 40 രൂപ തന്നു. സിറ്റി പാലസ് റെസിഡൻസി പോരട്ടെ സാറേ. എന്തായാലും അവിടെ കൊണ്ടാക്കി പോന്നിട്ടുണ്ട്. ഇതാരെ കൈ കൊണ്ട് കാണിക്കുന്ന ചെങ്ങന്മാരപ്പൊ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിലാണ്. ഞാനൊരു ലോക്കല് പോയിട്ടാണ് എനിക്കിത് കിട്ടുന്നത്. അപ്പൊ ഞാൻ ഇവരെ എത്ര ചോദിച്ചു, 50 എന്ന് പറഞ്ഞു ഞാൻ. അപ്പോ ഒരു പൈസ തന്നാണ്ടൊരു ചിരി, ആക്കി ചിരി നമുക്കറിയാലോ. ആക്കി ചിരിയാണോ ആക്കാത്ത ചിരിയാണോ? അപ്പൊ അവര് ചിരിക്കണ ചിലപ്പോ ഞാൻ അവരെയൊക്കെ തന്നെ 40 വാങ്ങി. കാരണം ഞാൻ എനിക്ക് പോരണ, പക്ഷെ 40 അല്ല, 50 റുപ്യന്റെ ദൂരമുണ്ട്. 50 റുപ്യന്റെ ദൂരത്തേക്ക് ഞാൻ 40 വാങ്ങി. അതിന് കുറഞ്ഞു പോയോ? ഇതിൽ ഏത് തരം ആക്കലാണെന്ന് എനിക്ക് മനസ്സിലായില്ല, അതാണ് പ്രശ്നം. അങ്ങനെയെങ്കിൽ ഞാനിപ്പോ 200 രൂപയ്ക്ക് ഓടിയിട്ടുണ്ട് കേട്ടോ. ചെങ്ങായിമാരെ, സമയം ഒരുപാടായിട്ടാ ലേറ്റ് ഒക്കെ ടോട്ടൽ തുടങ്ങിയേക്കണ. ഞാൻ സമയം 7 മണിയാണ്. 7 മണിക്ക് നാട്ടിലേക്കൊരു ലോക്കൽ പോകുന്നതാണ്. ഇപ്പോ ഈ ഒരു നേരം വരെ നമ്മൾ ഓടിയിട്ടുള്ള പൈസ എന്ന് പറയുന്നത് 450 രൂപയാണ്. അതായത് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കാണ് നമ്മൾ ഇറങ്ങിയത് എന്ന് നമ്മൾ ഓർക്കണം. 3 മണിക്ക് ഇറങ്ങി 3, 4, 5, 6, 7 4 മണിക്കൂർ കൊണ്ട് 450 നമ്മൾ പിടിച്ചിട്ടുള്ളത്. ഇവിടെ അങ്ങോട്ടേക്ക് മടക്കുണ്ടെന്ന് തോന്നുന്നു. ചെങ്ങന്മാരെ വീട്ടിൽ കറണ്ട് ഇല്ല, ഭാര്യ കിടന്നിട്ടുണ്ട്, ഉറങ്ങിയിട്ടില്ല. ഇന്നത്തെ ദിവസം ഇപ്പോൾ സമയം 10 മണിയായിട്ടുണ്ട്. ഞാൻ ഓടിയിട്ടുള്ളത് 580 രൂപയ്ക്ക്. ഞാൻ പിന്നെ ഈ ഒരു വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അടുത്ത വീട്ടിൽ നാളെ വരാം. നാളെ നമുക്ക് കുറച്ചൊരു ലോങ് ഓടാണ്. നാളെ ദിവസം അങ്ങനത്തെ ദിവസമാണ്. കിട്ടിയാ